നീ ഓണാക്കി ക്യാമറ. ഹേ ഗൈസ്, കല്യാണത്തിന് മുമ്പേ മിഥുൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു അവൻ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉള്ള സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു സ്വാമീന്റെ അമ്പലത്തിൽ പോകാനുണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു ദിവസം നിന്റെ സ്വാമീന്റെ അമ്പലത്തിൽ പോയാലോ എന്ന്. അപ്പൊ ആ ചോദിച്ചതിന്റെ പേരിലാണ് ഇവൻ എന്നെ ഈ അവധൂത ബാബ സമാധി മണ്ഡപം, ഇതാണ് ഇതിന്റെ പേര്, അവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ഈ പൈസ ഇടാനുള്ള ഭണ്ഡാരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അവിടെ ചന്ദനത്തിരിയോ എന്തെങ്കിലുമൊക്കെ കത്തിച്ചു വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എണ്ണയും ചന്ദനത്തിരി വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ചെങ്ങോട്ടുകാവിന് അടുപ്പിച്ചാണ് ഈ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ഗ്രാമീണ പ്രകൃതിയുള്ള ഒരു സ്ഥലമാണിത്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. പഴയൊരു കെട്ടിടമാണ്. ഒരു കാം റിലാക്സിങ് ഫീൽ ആണ്. സറൗണ്ടിങ്സ് ഭയങ്കര ശാന്തമായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ഫീൽ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നത്. മൈൻഡ് കുറെ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൂളിംഗ് എഫക്ട് നമ്മുടെ മൈൻഡിന് കിട്ടുമായിരിക്കും. ഇതിനൊക്കെ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിന് കുറെ ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്വാമി എന്ന് പറയുന്നത് പുറത്ത് ബീഹാറിലെങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു സ്വാമി ഇവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഇവിടുത്തെ ആളുകളെ പരിചരിക്കുക എന്നുള്ളത്. അതായത് എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് അത് സ്വാമിനോട് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയുന്നതാണ് പൊതുവെ ഉള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ പോയ സമയത്ത് വടകരയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വടകര, കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ക്രൗഡഡ് ഒന്നല്ല. ഞങ്ങൾ പോയപ്പോ ആകെ 1-2 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരിങ്ങനെ കുറെ നേരം അവിടെ വന്നിരിക്കും, എന്നിട്ട് തിരിച്ചു പോകും. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കല്ലുമക്കായ പൊരിച്ചതും അതുപോലെ തന്നെ ഉള്ളിവടയും കഴിക്കേണ്ടായി. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ നിന്നില്ല. കാരണം എനിക്കും മിഥുനിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടായിരിക്കുന്ന എനിക്ക് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ചോറ് കഴിക്കാതെ പൊരിച്ചമീൻ മാത്രം എടുത്ത് കഴിച്ചു. ഡിഷുകളിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് മത്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോയാൽ എപ്പോഴും എനിക്ക് മത്തി പൊരിച്ചത് അമ്മ ഉണ്ടാക്കി വെക്കുക. അപ്പൊ മത്തി പൊരിക്കുന്ന ദിവസങ്ങളിൽ വേറെ ആരും മത്തി കഴിക്കാറില്ല, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. മിഥുൻ വലുതായിട്ട് ആഗ്രഹം പറയുകയാണെങ്കിൽ കുറച്ച് പീസ് അവനും കൊടുക്കാറുണ്ട്. ബാക്കി മൊത്തത്തിലേ ഞാനെങ്കിൽ ഇരുന്ന് കഴിക്കാറുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എനിക്ക് വേണ്ടി കുറച്ച് ഓണക്കോടി നോക്കി മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. എന്നോട് അതൊന്ന് വന്നിട്ട് സൈസ് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്റെ ഈ വർഷത്തെ ഫസ്റ്റത്തെ ഓണക്കോടിയൊക്കെ അമ്മായിയമ്മേന്റെ വകയാണ്. ആകെ 3 വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ ഒരു ചുരിദാർ അമ്മ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു സെറ്റ് സാരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കോഡ് സെറ്റും ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇതാണ്. ഇതിന് ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ എടുക്കണം. പിന്നെ വന്നിട്ടുള്ളത് ഈ ടോപ്പും പാന്റും ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇടുന്നതിനേക്കാളും വേണമെങ്കിൽ ഇത് പുറത്ത് പോകുമ്പോൾ ഇടാലോ എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്റെ വീട്ടിൽ പോയത്. പാന്റ് ഞാൻ സെപ്പറേറ്റ് ഒരു ജീൻസ് ഇട്ടിട്ട് ഇതിന്റെ ടോപ്പ് മാത്രം ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ അത്യാവശ്യം നൈറ്റ് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് എടുത്തിട്ട് അമ്മേന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്നിട്ട് അവരൊരു ടീമായിട്ട് ഇങ്ങനെ സെയിൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് കാരണം അമ്മയ്ക്ക് ഡ്രസ്സുകളെ പറ്റിയിട്ട് എന്നെക്കാളും വളരെ നല്ല രീതിയിലുള്ള ഒരു ധാരണയുണ്ട്. പിന്നെ ഇത് പക്ക ഒരു 2 പീസ് ആണ്. ബനിയൻ ക്ലോത്തിൽ വരുന്ന ഒരു 2 പീസ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 കളറും സിമ്പിൾ എലഗന്റിൽ വരുന്ന 3 സംഭവങ്ങളാണ് അമ്മ തന്നിട്ടുള്ളത്. വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റുന്നതിന്റെ മുന്നോടിയായിട്ട് ഞാൻ അമ്മ തന്നിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ അമ്മ ഈ തന്നിട്ടുള്ള ഡ്രസ്സുകളെല്ലാം വെച്ചിട്ട് റീൽസ് എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. മിഥുനോട് പറഞ്ഞപ്പം അവനും ഫുൾ സപ്പോർട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റീൽസ് ചെയ്യാണ്. നീ ഓണാക്കി ക്യാമറ. ഞാൻ വെച്ച പിന്നെ നമ്മൾ വേഗത്തിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാന്റ് മാറ്റിയിട്ട് ഒരു ജീൻസ് ഇടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഇപ്പൊ വിളിക്കും. പിന്നെ കൂടുതൽ പട്ടിഷോ കാണിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ടുമില്ല. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയും വേണം എന്നുള്ളൊരു പോയിന്റിലാണുള്ളത്. വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ നമ്മൾ റെയിൻകോട്ടും കൂടി ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പോകുന്ന വഴി തന്നെ നമുക്ക് നമ്മുടെ കല്യാണത്തിന്റെ ആൽബം വാങ്ങിക്കാനുണ്ട്. അപ്പൊ ആൽബം വാങ്ങിക്കുമ്പം ഒരു കോപ്പി വീട്ടിലും കൊടുക്കാലോ, ഒരു കോപ്പി തിരിച്ചു വരുമ്പോ എടുക്കുകയും ചെയ്യാലോ എന്നുള്ള പ്ലാൻ ആയിരുന്നു. പോകുന്ന വഴിയിൽ പിന്നെ എനിക്ക് മീൻ വാങ്ങിച്ചാലോ എന്നൊരു തോന്നൽ തോന്നി. കാരണം
എപ്പോഴും പോകുമ്പോഴും ഒന്നില്ലേ ബേക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സാ വാങ്ങിക്കുന്നത്. അപ്പൊ വെറൈറ്റി ആയിട്ട് മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കൂന്തള് വാങ്ങിച്ചു. പിന്നെ കുറച്ചൊരു 5-6 ഞണ്ടും കൂടെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ സ്റ്റുഡിയോയിൽ കയറി നമ്മുടെ വെഡിങ്ങിന്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് കൊയിലാണ്ടി സന വെഡിങ് സ്റ്റോറീസ് ആയിരുന്നു. ആൽബം ചെയ്തതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ വർക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. വെഡിങ് കഴിഞ്ഞപ്പോഴേ നമുക്ക് വെഡിങ് ബ്ലിസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് തരടേ. അതിനുശേഷം അവർ വെഡിങ് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മളോട് ആൽബം ഏതൊക്കെ ഫോട്ടോസ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മളോട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കും ഇതിനും അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നിട്ട് പോലും അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അവർ തന്നെ പ്രിന്റിങ്ങിന് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര പോലെ അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് മാത്രമല്ല എല്ലാ റിലേറ്റീവ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഫോട്ടോസ് വെച്ചോന്ന് ഞങ്ങൾ അങ്ങോട്ട് സജഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആൽബം കൂടാതെ ഒരു പെൻ ഡ്രൈവിലും പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമും നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കലണ്ടറും പിന്നെ ചെറിയൊരു ആൽബവും തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ലേറ്റ് ആയാൽ എനിക്ക് വിശപ്പ് എന്റെ കൺട്രോളിൽ കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒത്തിരി സമയം പിന്നെ ലാഗ് അടിപ്പിക്കാതെ നമ്മൾ വീട്ടിലേക്ക് പോയി. കാരണം നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു കല്ലുമ്മക്കായ പൊരിച്ചത് ഉള്ളിവടെ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നേ. സമയം കുഞ്ഞാ നിന്റെ ഹസ്ബൻഡ് ഭയങ്കര തിരക്കായി പോയില്ലേ? ബിസിനസ് ടൈക്കൂണല്ലേ? ഹേ പ്ലാസ്റ്റിക് കോട്ടിംഗ് അല്ല ഇപ്പത്തേക്ക് അങ്ങനെ വരുന്നില്ല. അത് പഴയ മോഡലാണ്. ഇതിപ്പോ ഇത് ഫോട്ടോ ഒന്നും ആവൂല. ഒരു ഷീറ്റിന്റെ മുകളിൽ ഫോട്ടോ ഒട്ടിക്കുന്നതിനെ കൊണ്ടാണ് ഒരു പ്ലാസ്റ്റിക് കവറിങ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇത് പ്രിന്റ് ചെയ്ത് തന്നെ വരുന്നത് ആ സാധനത്തിൽ. നമ്മുടെ വെഡിങ് ആൽബം അച്ഛന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വെഡിങ് ആൽബത്തിന്റെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി എൻഗേജ്മെന്റ് സമയത്ത് ഫോട്ടോഗ്രാഫി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആൽബം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് എന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോസ് വെഡിങ്ങിന്റെ ആൽബം ചെയ്തപ്പം അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുകൂടാതെ അവർ നമ്മുടെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് നമ്മൾ ടെമ്പിൾ ഷൂട്ടും അതുപോലെ തന്നെ ബീച്ച് സൈഡിൽ നിന്നുമാണ് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് അതിന്റെ വീഡിയോഗ്രാഫി ആണെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ലൈക്ക് മോർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു അതിന്റെ ഒക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാവുമ്പോൾ പാർട്ടിയുടെ അന്നും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഫോട്ടോസും കല്യാണത്തിന്റെ ഫോട്ടോസിലാണ് കൂടുതൽ റിലേറ്റീവ്സിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ വീട്ടിലാണെങ്കിൽ അവരുടെ വെഡിങ് റിസപ്ഷന്റെ ഫോട്ടോസ് ആണ് കൂടുതലുള്ളത്. അവർക്ക് കല്യാണത്തിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ വെഡിങ് റിസപ്ഷന്റെ ഫോട്ടോസും ആയിരുന്നു ഉണ്ടായിരുന്നത്. തലേ ദിവസം വൈകുന്നേരമാണ് അവന്റെ സിസ്റ്റേഴ്സും കസിൻസും എല്ലാരും കൂടെ ആയിട്ട് നമുക്ക് കല്യാണത്തിന് ഉടുക്കാനുള്ള സാരി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മള് പുടവ കൊടുക്കൽ എന്നാ പറയാ. മുമ്പൊക്കെ ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കല്യാണത്തിന്റെ അതേ ദിവസം തന്നെ വളരെ നേരത്തെ ചെക്കന്റെ വീട്ടിലുള്ള ആൾക്കാര് വന്നിട്ടായിരുന്നു പെണ്ണിനെ ഒരുക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ തലേ ദിവസമേ നമുക്ക് വന്നിട്ട് പുടവ തന്നിട്ട് പോകും. അമ്മ അടുക്കളയത്തെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്നിരുന്നപ്പം ഒന്നും കൂടെ ഞാനിത് ഒരു ക്യുക്ക് റൗണ്ട് ഓഫ് പ്ലേ ഒന്നും കൂടെ ഈ ആൽബം കാണിച്ചു കൊടുക്കുകയുണ്ടായി അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഒട്ടും വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി. നേരെ ഫുഡ് എടുത്തിട്ട് വന്നു. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാൻ നമുക്ക് നമ്മുടെ വെഡിങ് വീഡിയോയും കൂടി കാണാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ മിഥുൻ പറഞ്ഞു വേണ്ട, നമുക്ക് വെഡിങ് വീഡിയോ കാണാനായിട്ടൊരു ടൈം കൊടുത്ത് കാണുമ്പോഴേ നമുക്ക് എല്ലാ വിഷ്വൽസും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതോ സിനിമ പ്ലേ ചെയ്തുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. എന്റെ അമ്മ ചിക്കൻ, ബീഫ് ഇങ്ങനത്തെ ടൈപ്പ് നോൺ വെജസ് ഒന്നും കഴിക്കില്ല. ഫിഷ്, മുട്ട ഇതൊക്കെ കഴിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ അമ്മ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അമ്മ ഇത് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാതെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. പ്ലസ് സാലഡ് പ്ലസ് അച്ചാർ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കോംബോ. പിന്നെ നടന്നത് കോമഡിയാണ്. അതായത് ഞങ്ങൾക്ക് 2 ഫോൺ വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്ക് എന്റെ അച്ഛന് കൊടുക്കാൻ ഒരു ഫോൺ വേണമായിരുന്നു, മിഥുന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു ഫോൺ വേണമായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ചുമ്മാ ഇരിക്കല്ലേ, നമുക്ക് പോയി ഫോൺ നോക്കിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറ്റിയിട്ട് കൊയിലാണ്ടി ടൗണിലേക്ക് വീണ്ടും പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോൺ നോക്കി. യുദ്ധത്തിന് ശേഷം ഫോണിന്റെ റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ നമുക്ക് 2 ഫോൺ വാങ്ങിക്കാനുള്ളതുകൊണ്ട് നമ്മൾ 2 ഫോൺ തന്നെ വാങ്ങിച്ചു. പിന്നെ ഓണത്തിന്റെ ഓഫറായിട്ട് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 2 ഓപ്പോ A6X 5G ഫോണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് ശരിക്കും അവർക്കൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം അവർ രണ്ടുപേരും ഒരു ഫോൺ വാങ്ങിക്കണം എന്നുള്ളൊരു സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരിത് എക്സ്പെക്ട് ചെയ്യാതെയാണ് അവർക്ക് രണ്ടുപേർക്കും ഫോൺ കിട്ടിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ രണ്ടുപേരും വേറൊരു ആവശ്യം പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊയിലാണ്ടി പോയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ ഞങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നത് നേരത്തെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള കൂന്തള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ നീ കൊറേ കഴിച്ചിട്ട് നമ്മളെന്നാ കഴിച്ചേ? ചൂടുണ്ട്, പ്രശ്നമുണ്ടോ? ദാഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ നമ്മളുടെ തിയേറ്റർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ബ്രദർ ആണെങ്കിൽ ഇപ്പൊ കാറ്ററിംഗ് സർവീസസിന് പോവാറുണ്ട്. ചുമ്മാ വീട്ടിലിരിക്കുമ്പോ ഒക്കെ മക്കള് ടീമായിട്ട് പോയിട്ട് കാറ്ററിങ്ങിനൊക്കെ പോകും. അപ്പൊ ബ്രദർ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ അൽക്കുലത്ത് പണികളെല്ലാം ഇതും തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു കണക്കിന് അവനിപ്പോ ഇല്ലാത്തത് നന്നായി. കാരണം അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെ നമ്മൾ ഊക്കി വിട്ടേനെ. കാരണം കല്യാണത്തിന് അത്രമാത്രം കണ്ണീർ പുഴയാണ് എന്റെ അനിയൻ കല്യാണം കഴിഞ്ഞ് മിഥുന്റെ വീട്ടിലേക്ക് പോകുമ്പോ കരഞ്ഞുകൊണ്ടിരുന്നത്. ആ സീൻസ് ഒക്കെ വളരെ വൃത്തിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്നാ ഇപ്പം അപ്പന വീഡിയോ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ കേസിൽ ഞങ്ങളെ വീഡിയോസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോയോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.